കാർബോഹൈഡ്രേറ്റ്സിൽ ഇനി നമ്മൾക്ക് രണ്ട് ടോപ്പിക്കാണ് കവർ ചെയ്യാനുള്ളത്. ഒന്ന് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് ആണ്. നമ്മൾ ഓൾറെഡി മോണോസാക്കറൈഡ്, ഒലിഗോസാക്കറൈഡ്, പോളിസാക്കറൈഡ് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞ കുറേ ഫങ്ഷൻസ് ഇതിൽ ഉൾപ്പെട്ടു. ഓക്കെ, അതിനപ്പുറത്തേക്ക് എക്സ്ട്രാ വരുന്ന ഫങ്ഷൻസും കൂടെ ഇവിടെ മെൻഷൻ ചെയ്യും. അപ്പം അതാണ് ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്നത്. ഇനി അടുത്ത വീഡിയോ എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി അബൌട്ട് ഡയബറ്റീസ് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 2. അപ്പോൾ എങ്ങനെയാണ് വരുന്നത്, അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എന്താണ് എന്നുള്ളത് ആയിരിക്കും അവിടെ മെൻഷൻ ചെയ്യാം. ഓക്കെ, ഇപ്പം ഈ രണ്ട് വീഡിയോയോട് കൂടിയിട്ട് കാർബോഹൈഡ്രേറ്റ്സിൻ്റെ ടോപ്പിക്ക് കംപ്ലീറ്റ് ആകും. ഇപ്പം ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്. അപ്പം ബയോളജിക്കൽ ഫങ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുമ്പോൾ അത് മെയിനായിട്ട് അവിടെ അപ്പം കാർബോഹൈഡ്രേറ്റിൻ്റെ റോള് എന്ന് പറയുന്നത് ഒന്ന് എനർജറ്റിക് റോളാണ്, രണ്ട് സപ്പോർട്ടീവ് ആൻഡ് സ്ട്രക്ചറൽ റോളാണ്. ഓക്കെ, പ്രൊട്ടക്റ്റീവ് റോളുണ്ട്, ഹൈഡ്രോസ്മോട്ടിക് ഓർ അയോൺ റെഗുലേറ്ററി ഫങ്ഷൻസ്. അപ്പം ഇങ്ങനെയൊക്കെ പല ലെവലിലേക്ക് വ്യാപിച്ച് കിടക്കുന്ന റോളാണ് കാർബോഹൈഡ്രേറ്റ്സിന് ഒരു ലിവിങ് ഓർഗാനിസത്തിൻ്റെ ബോഡിയിൽ ഉള്ളത്. ഓക്കെ, അപ്പോൾ അതിൽ ഒന്നാമത്തെ ആളാണ് എന്ത്, എനർജറ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ പ്രൈമറി സോഴ്സ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഗ്ലൂക്കോസ് ആണ്. ആൻഡ് പ്രൈമറി സ്റ്റോർഡ് പ്രോഡക്റ്റ് എന്ന് പറയുന്നത്, സ്റ്റോർഡ് പ്രോഡക്റ്റ് ഓഫ് എനർജി എന്ന് പറയുന്നത് ഗ്ലൈക്കോജൻ ആണ്. പ്ലാന്റ്സിൻ്റെ കേസിൽ എടുക്കുകയാണെങ്കിലും ഗ്ലൂക്കോസിന് മാറ്റമൊന്നുമില്ല, പക്ഷേ സ്റ്റോർഡ് പ്രോഡക്റ്റ് എനർജി എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി സ്റ്റാർച്ച്. അപ്പം സ്റ്റോറേജ് ഫോമിലേക്ക് എടുക്കുക, ഈസിലി മൊബിലൈസബിൾ ആയിട്ടുള്ള സ്റ്റോറേജ് എനർജി ആയിട്ട് ഉപയോഗിക്കുന്നതും അതുപോലെ തന്നെ മൊബിലൈസബിൾ എനർജി ആയിട്ട് ഉപയോഗിക്കുന്നതും കാർബോഹൈഡ്രേറ്റ് തന്നെയാണ്. അപ്പം അതാണ് അതിൻ്റെ എനർജറ്റിക് ഫങ്ഷൻ എന്ന് പറയുന്നത്. അതാണ് അവിടെ നിങ്ങൾ മെൻഷൻ ചെയ്യേണ്ട സംഗതി. ഓക്കെ, ഇപ്പം പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ സ്റ്റാർച്ച് കാർബോഹൈഡ്രേറ്റ് ആണ്. ആനിമൽസോ ബാക്ടീരിയോ എടുക്കുകയാണെങ്കിൽ ഗ്ലൈക്കോജൻ എന്ന് പറയുന്നതും കാർബോഹൈഡ്രേറ്റ് ആണ്. ഓക്കെ, ഇപ്പം ഇതാണ് സ്റ്റോർഡ് പ്രോഡക്റ്റ്. ഓക്കെ, അപ്പം ഈസി ആയിട്ട് ഇതിൽ നിന്നും ഇൻഡിവിജ്വൽ ഗ്ലൂക്കോസ് യൂണിറ്റിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ട് പറ്റും, ഫാസ്റ്റ് ആയിട്ട് തന്നെ. അപ്പം ഏറ്റവും ഈസിലി അവൈലബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് ആയിട്ട് ബോഡിയിൽ ആക്ട് ചെയ്യുന്നത് എപ്പോഴും കാർബോഹൈഡ്രേറ്റ് ആയിരിക്കും. കാർബോഹൈഡ്രേറ്റ് കഴിഞ്ഞതിന് ശേഷം മാത്രമേ ലിപ്പിഡ് വരുള്ളൂ. നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്ന എനർജി ലെവലിനേക്കാൾ എത്രയോ കൂടുതലാണ് ലിപ്പിഡിൽ നിന്ന് കിട്ടുന്നത്. ഓക്കെ, കാർബോഹൈഡ്രേറ്റിൽ നിന്ന് കിട്ടുന്നതിനേക്കാൾ എത്രയോ കൂടുതലാണ് ലിപ്പിഡിൽ നിന്ന് കിട്ടുന്നത്. പക്ഷേ ലിപ്പിഡിൽ നിന്ന് എനർജി ഡിറൈവ് ചെയ്തെടുക്കണമെങ്കിൽ വീണ്ടും ഇൻപുട്ട് ഓഫ് എനർജി വേണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിട്ട് എനർജി ഡിറൈവ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ലിപ്പിഡിൽ നിന്ന് പറ്റില്ല. അപ്പം അതുകൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് ഫസ്റ്റ് പ്രിഫേർഡ് എനർജി സോഴ്സ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. ഓക്കെ, അല്ലാതെ കാർബോഹൈഡ്രേറ്റിൽ നിന്ന് ലിപ്പിഡിനേക്കാൾ കൂടുതൽ എനർജി കിട്ടുന്നത് കൊണ്ടല്ല, മറിച്ച് ഈസിലി മൊബിലൈസബിൾ ആയിട്ടുള്ള ഒരു എനർജി സോഴ്സ് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആയതുകൊണ്ടാണ്. എനർജി ലെവൽ നോക്കുകയാണെങ്കിൽ ലിപ്പിഡ് ആയിരിക്കും ഏറ്റവും കൂടുതൽ എനർജി പ്രൊവൈഡ് ചെയ്യാൻ വേണ്ടി പറ്റുന്ന ആൾ. മിനിമം മോളിക്യൂളിൽ നിന്ന് ഹയസ്റ്റ് എനർജി പ്രൊവൈഡ് ചെയ്യുന്നത് ലിപ്പിഡ് ആയിരിക്കും. പക്ഷേ അത് ഈസിലി മൊബിലൈസബിൾ അല്ല, പെട്ടെന്ന് കിട്ടില്ല. ഓക്കെ, അപ്പം കാർബോഹൈഡ്രേറ്റ് എടുക്കുകയാണെങ്കിൽ എനർജി ലെവൽ കുറവാണെങ്കിലും പെട്ടെന്ന് കിട്ടും. ഓക്കെ, അപ്പം കാർബോഹൈഡ്രേറ്റ് കുറച്ച് അധികം കൺസ്യൂം ചെയ്താലും സാരമില്ല, പെട്ടെന്ന് തന്നെ എനർജി കിട്ടും എന്നുള്ളത് കൊണ്ടാണ് കാർബോഹൈഡ്രേറ്റ് ഫസ്റ്റ് പ്രിഫേർഡ് എനർജി സോഴ്സ് ആയിട്ട് അവിടെ നിൽക്കുന്നത്. ഇനി രണ്ടാമത്തെ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സപ്പോർട്ടീവ് ഫംഗ്ഷൻ ആണ്. ഓക്കെ, സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്സ് എന്ന് നമ്മൾ പറയുന്ന സെല്ലുലോസ്, കൈറ്റിൻ, ഇവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് അല്ലേ, ഒരു സെൽ മെമ്പറൈനെ പ്രൊട്ടക്ട് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്, സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്, അല്ലെങ്കിൽ ബോഡി വാളിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലേക്ക് പോകുന്നുണ്ട്. അപ്പം ഇങ്ങനെയുള്ള ഫംഗ്ഷനെയാണ് നമ്മൾ സപ്പോർട്ടീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. സോ ഇറ്റ്സ് ടേക്കൺ അപ്പ് ബൈ ദി സ്ട്രക്ചറൽ പോളിസാക്കറൈഡ്സ് സച്ച് ആസ് സെല്ലുലോസ്, ഹെമിസെല്ലുലോസ്, പെക്റ്റിൻ. പെക്റ്റിൻ എന്ന് പറയുന്ന മോളിക്യൂൾ നമുക്കറിയാം. നമ്മൾ ഫ്രൂട്ട്സ് ഒക്കെ റൈപ്പൺ ചെയ്യാത്ത ഫ്രൂട്ട്സ് ഒക്കെ സ്റ്റിഫായിട്ട് നിൽക്കാൻ കാരണം അതിലുള്ള പെക്റ്റിനാണ്. ഓക്കെ, എപ്പോഴാണ് റൈപ്പൺ ചെയ്യുന്നത്, സോഫ്റ്റ് ആകുന്ന എപ്പോഴാണ്, പെക്റ്റിനേസ് എന്ന് പറയുന്ന ഒരു എൻസൈം എന്ത് ചെയ്യുന്നു, ഈ പറയുന്ന പെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യുമ്പോഴാണ് ഫ്രൂട്ട്സ് അല്ലെ. പച്ച മാങ്ങ എന്തായിരിക്കും, ഭയങ്കര സ്റ്റിഫായിരിക്കും. പക്ഷെ പഴുത്ത മാങ്ങയോ നമുക്ക് അമർത്താൻ വേണ്ടിയിട്ട് പറ്റുന്ന തരത്തിലാണ്. അപ്പം അതിൻ്റെ റീസൺ എന്ന് പറയുന്നത് പെക്റ്റിനേസ് എൻസൈം എന്ത് ചെയ്യും, പെക്റ്റിനെ ഡൈജസ്റ്റ് ചെയ്യും, ബ്രേക്ക് ഡൗൺ ചെയ്യും. അപ്പോൾ ആസ് എ റിസൾട്ട് സ്റ്റിഫായിരിക്കുന്ന ആൾ സോഫ്റ്റ് ആയിട്ട് മാറും. അപ്പോൾ അതാണ് നോർമലി സംഭവിക്കുന്നത്. നിങ്ങൾ +2 ഒരു ടൊമാറ്റോനെ കുറിച്ച് പഠിച്ചിട്ടുണ്ടാവില്ലേ, ഫ്ലേവർ, സേവർ, ടൊമാറ്റോ.
ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ പഠിച്ചിട്ടുണ്ട്, ഒരു ബയോടെക്നോളജി പ്രോഡക്റ്റ് ആണ്. അതിൽ പെക്റ്റിനേസ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്തിട്ട് ടൊമാറ്റോയുടെ ഷെൽഫ് ലൈഫ് കൂട്ടുന്നതിനെ കുറിച്ച് മെൻഷൻ ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പം ഇതുമായിട്ട് ജസ്റ്റ് ഒന്ന് കോറിലേറ്റ് ചെയ്തിട്ട് പഠിക്കാം. ഷെൽഫ് ലൈഫ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഹാർവെസ്റ്റ് ചെയ്തതിന് ശേഷം എത്ര കാലം വരെ കേടാവാതെ സൂക്ഷിക്കാൻ പറ്റുന്നു എന്നുള്ളതിനെയാണ് നമ്മൾ ഷെൽഫ് ലൈഫ് എന്ന് പറയാം. അപ്പോൾ ആ ഷെൽഫ് ലൈഫ് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് പെക്റ്റിനേസ് എൻസൈമിനെ ബ്ലോക്ക് ചെയ്താൽ മതി. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്റ്റിനെ റീറ്റെയിൻ ചെയ്ത് വെച്ചാൽ മതി. അപ്പം കൃഷിസ്ഥലത്ത് നിന്ന് മാർക്കറ്റിലെത്തി, മാർക്കറ്റിൽ നിന്ന് ഹോൾസെയിലിലേക്ക് വന്ന്, ഹോൾസെയിലിൽ നിന്ന് റീറ്റെയിലിലേക്ക് വന്ന്, റീറ്റെയിലിൽ നിന്ന് കൺസ്യൂമറിലേക്ക് വരുമ്പോൾ ഒരു നിശ്ചിത ടൈം എടുക്കും. അപ്പോൾ കൺസ്യൂമറിലേക്ക് വരുന്ന സമയത്തേക്ക് മാത്രം ഇത് റൈപ്പൺ ചെയ്യുന്ന തരത്തിലേക്ക് ബയോടെക്നോളജി മോഡിഫൈ ചെയ്ത ഒരു ടൊമാറ്റോ ആണ് ഫ്ലേവർ സേവർ ടൊമാറ്റോ എന്ന് പറയുന്നത്. അതിൽ ആക്ച്വലി പെക്റ്റിന്റെ ആക്ടിവിറ്റിനെയാണ് ബ്ലോക്ക് ചെയ്യപ്പെടുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പെക്റ്റിന്റെ ബ്ലോക്ക് ചെയ്യല്ല, പെക്റ്റിനേസിന്റെ ആക്ടിവിറ്റിയാണ് ബ്ലോക്ക് ചെയ്യുന്നത്, പെക്റ്റിനെ റീറ്റെയിൻ ചെയ്യാണ്. ഓക്കെ, അപ്പോൾ ഒരു സപ്പോർട്ടീവ് ഫംഗ്ഷൻ ആണ് അവിടെ നടക്കുന്നത്. അപ്പം നിങ്ങൾ മെൻഷൻ ചെയ്യുമ്പോൾ സെല്ലുലോസും കൈറ്റിനും മാത്രം പറഞ്ഞാൽ പോരാ, മറിച്ച് എന്തുണ്ട്? ഹെമി സെല്ലുലോസ് ഉണ്ട്, അവിടെ പെക്റ്റിൻ കോമ്പൗണ്ട്സ് ഉണ്ട്, ഒന്ന് ഓർമ്മിക്കണം. ഓക്കെ, അപ്പം കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ് ഇൻ ബോൺ ടിഷ്യൂ, ടെൻസൈൽ സ്ട്രെങ്ത്തും അത് ഒരു പ്രൊട്ടക്ഷൻ ഒക്കെ കൊടുക്കുന്ന ആളാണ് കോൺഡ്രോയിറ്റിൻ സൾഫേറ്റ് എന്ന് പറയുന്നത്. അതും ഒരു സപ്പോർട്ടീവ് ഫംഗ്ഷന് എക്സാമ്പിൾ ആയിട്ട് നമ്മൾ കൗണ്ട് ചെയ്യേണ്ടതാണ്. ഓക്കെ, നൗ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ് അടുത്തത് എന്ന് പറയുന്നത്. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ നമ്മളെ ബോഡിയിൽ തേയ്മാനം സംഭവിക്കുന്നത് തടയാൻ വേണ്ടിയിട്ടുള്ള സംഗതികളെയാണ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുന്നത്. അത് ഒരു ഓർഗാൻ്റെയോ അല്ലെങ്കിൽ ഏതെങ്കിലും ഓർഗാൻ്റെ പാർട്ടിൻ്റെയോ പുറം സൈഡ് ആവാം, അല്ലെങ്കിൽ അകത്താവാം. അകത്ത് എന്ന് പറയുമ്പോൾ ട്രാക്ട്. ഓക്കെ, അപ്പം ഈ തരത്തിൽ അവിടെ വെയർ ആൻഡ് ടയർ കൊണ്ടുണ്ടാവുന്ന എല്ലാ ഡാമേജസും പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് കാർബോഹൈഡ്രേറ്റിൻ്റെ പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ഉപയോഗിച്ചുകൊണ്ട് ഇവിടെ നടക്കുന്ന കാര്യം. ഇവിടെ ചില അസിഡിക് ഹെട്രോപോളിസാക്കറൈഡ്സ്, ഓക്കെ, അസിഡിക് ഹെട്രോപോളിസാക്കറൈഡ്, മ്യൂസിൻ പോലുള്ള അസിഡിക് ഹെട്രോപോളിസാക്കറൈഡ്സ്, മ്യൂസിൻ ക്രിസ്റ്റൽ ഫോമിലായിരിക്കും ഉണ്ടാവുക. അതെന്ത് ചെയ്യും? വാട്ടറുമായിട്ട് മിക്സ് ആകുമ്പോൾ ഇറ്റ് വിൽ ഫോം എ മ്യൂക്കസ് ലൈക്ക് കൺസിസ്റ്റൻസി. ഓക്കെ, ഒരു മ്യൂക്കസ് ലൈക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു കൺസിസ്റ്റൻസിയിലേക്ക് അത് പോകും. ആൻഡ് ദാറ്റ് വിൽ ബി ആക്ടിങ് ആസ് ദി ബയോളജിക്കൽ ലൂബ്രിക്കൻസ്. അപ്പം ബയോളജിക്കൽ ലൂബ്രിക്കൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ കാർബോഹൈഡ്രേറ്റ്സും ചെയ്യുന്നത് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ ആണ്. പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ ഏതൊക്കെ? സെൽ സർഫസ്. ഓക്കെ, ഇറ്റ് ക്യാൻ പ്രൊട്ടക്ട് ദി സെൽ സർഫസ് ഏരിയ. ബ്ലഡ് വെസൽസിനെ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും. യൂറിനോജനൈറ്റൽ, ഡൈജസ്റ്റീവ് ആൻഡ് റെസ്പിറേറ്ററി ട്രാക്ട്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അകത്ത് ല്യൂമൻ എന്ന് പറയുന്ന സംഗതി ഉണ്ടല്ലോ. അപ്പോൾ അതിൽ ഈസി മൂവ്മെന്റ് നടക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ സംഗതികളും ഈ പറയുന്ന അസിഡിക് ഹെട്രോപോളിസാക്കറൈഡ് മ്യൂക്കസ് ലൈക്ക് കൺസിസ്റ്റൻസിയിലേക്ക് മാറുമ്പോൾ കിട്ടും. ഓക്കെ, ഇത് ല്യൂമൻ ആണ്, യൂറിനോജനിറ്റൽ, ഡൈജസ്റ്റീവ്, റെസ്പിറേറ്ററി. ഇപ്പം ഇത് ല്യൂമൻ്റെ കേസാണ് പറയുന്നത്. സോ ഇറ്റ് വിൽ ബി പ്രിവെൻറ്റിങ് മെക്കാനിക്കൽ ഡാമേജ്. നമുക്കറിയാം ഡൈജസ്റ്റീവ് സിസ്റ്റത്തിൽ ഫുഡ് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ ഫുഡിൻ്റെ മൂവ്മെൻറ്റ് ഈസി ആക്കി മാറ്റുന്നത് ഈ മ്യൂക്കസ് ലൈക്ക് സബ്സ്റ്റൻസ് ആണ്. ഓക്കെ, അപ്പം അതുകൊണ്ട് ലൂബ്രിക്കൻസ് ആയിട്ട് ആക്ട് ചെയ്യുന്നു. ആസ് എ റിസൾട്ട് ഇറ്റ്സ് പ്രൊവൈഡിങ് പ്രൊട്ടക്ഷൻ അഗെയിൻസ്റ്റ് മെക്കാനിക്കൽ ഡാമേജ്. ഓക്കെ, ഇനി സെല്ലിൻ്റെ പുറത്തേക്ക് എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാ സെല്ലുലാർ ജെൽ ലൈക്ക് മ്യൂക്കോപോളിസാക്കറൈഡ്സ് ഇറ്റ് വിൽ ബി ഇമ്പാക്ടിങ് മെക്കാനിക്കൽ സ്ട്രെങ്ത് ടു ദി ഇന്റേണൽ ഓർഗാൻസ്. ഓക്കെ, അപ്പം കംപ്രഷനോ വൈബ്രേഷൻ കൊണ്ടുണ്ടാകുന്ന ഇഷ്യൂസോ ഒക്കെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ആ സെൽസിനെയും അല്ലെങ്കിൽ ഇന്റേണൽ ഓർഗാൻസിനെയും സഹായിക്കുന്നത് ഈ പറയുന്ന മ്യൂക്കോപോളിസാക്കറൈഡ്സ് ആണ്. ഓക്കെ, ഞാൻ അക്വാട്ടിക് പ്ലാന്റ്സ് എടുക്കുകയാണെങ്കിൽ ഹൈഡ്രോളിക് പ്രഷർ കൊണ്ട് ഹൈഡ്രോളിക് ഷോക്സ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ തരത്തിലുള്ള കോമ്പോസിഷൻ അകത്തിരിക്കുന്നത് സഹായിക്കുന്നുണ്ട്. ഓക്കെ, അപ്പം ഇത്രയും കമ്പോണൻറ്റ് പ്രൊട്ടക്റ്റീവ് ഫംഗ്ഷനിൽ നിങ്ങൾ മെൻഷൻ ചെയ്യണം. 5 മാർക്കിനാണ് സാധാരണ ബയോളജിക്കൽ ഫംഗ്ഷൻസ് ഓഫ് കാർബോഹൈഡ്രേറ്റ്സ് എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ടാവുക. ഇതിൽ ഈ സബ് ടൈറ്റിൽ കൊടുത്തുകൊണ്ട് തന്നെ നിങ്ങൾ ചെയ്യണം. അപ്പം സ്ട്രക്ചറൽ ഫംഗ്ഷനും അതുപോലെ തന്നെ സപ്പോർട്ടീവ് ഫംഗ്ഷനും അങ്ങോട്ടും ഇങ്ങോട്ടും കൺഫ്യൂഷൻ ആവരുത്. നമ്മൾ സപ്പോർട്ടീവിൻ്റെ കേസ് പറഞ്ഞത് സെല്ലുലോസ്, കൈറ്റിൻ ഈ ഒരു സംഗതികളെയാണ്. ഓക്കെ, ഔട്ട്സൈഡ് പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ്. പ്രൊവൈഡിങ് സ്ട്രക്ചറൽ സ്റ്റെബിലിറ്റി, ഓക്കെ, അതൊക്കെയാണ് നമ്മൾ അവിടെ പറഞ്ഞത്. ആ സ്ട്രക്ചറൽ ഫംഗ്ഷനിൽ പറയുന്നത് നമുക്കതിന് സെല്ലിൻ്റെ പുറത്തേക്ക് കാണുന്ന കുറച്ച് കൊളിഗേറ്റീവ് അല്ലെങ്കിൽ functionsനെ കുറിച്ചാണ്. ഓക്കെ, സോ ഇറ്റ് ഈസ് ഓൾസോ എക്സൈസ്ഡ് ബൈ സം അസിഡിക് ഹെട്രോപോളിസാക്കറൈഡ്സ്. ദേ സെർവ് ആസ് ദി എക്സ്ട്രാ സെല്ലുലാർ സ്ട്രക്ചറൽ മെറ്റീരിയൽ ആൻഡ് ഓൾസോ ആസ് ദി ബയോളജിക്കൽ സിമെന്റ്. 2 സെല്ലുകളെ തമ്മിൽ ഒട്ടിപ്പൊഴിച്ച് നിർത്തുന്ന കമ്പോണൻ്റ് ആയിട്ട് ഇതിന് ആക്റ്റീവ്. ഹൈലൂറോണിക് ആസിഡ്, 2 ബോണ്
തമ്മിൽ കാർട്ടിലേജിൻ്റെ ഉള്ളിൽ കാണുന്ന ഒരു കോമ്പോസിഷനാണ് അല്ലേ. നമ്മൾ രണ്ട് ബോണുകൾ തമ്മിൽ കൂട്ടിയിടിക്കുമ്പോൾ വേദന ഇല്ലാതിരിക്കാനുള്ള ഒരു റീസൺ എന്ന് പറയുന്നത് ഈ പറയുന്ന ഹൈലൂറോണിക് ആസിഡ് ആണ്. ഓക്കെ, അതിൽ വാട്ടർ അബ്സോർബ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുന്നതാണ്. അപ്പം ഫോഴ്സ് വരുമ്പോൾ ആ വാട്ടർ സ്ക്യൂസ് ഔട്ട് ചെയ്യും. അപ്പം രണ്ട് ഫോഴ്സുകളും ഇല്ലാതാവും. ഓക്കെ, ഇപ്പം നിങ്ങൾ കാൽമുട്ട് എടുക്കുക, കാൽമുട്ടിൻ്റെ മുകളിലും താഴെയായിട്ട് വലിയ ബോണുകളുണ്ട്. നിങ്ങൾ നടക്കുമ്പോൾ ഈ രണ്ട് ബോണുകൾ നമ്മൾ കൂട്ടിയിടിച്ച് നിങ്ങൾക്ക് വേദന ഉണ്ടാവാതിരിക്കുന്നത് ഈ പറയുന്ന ഹൈലൂറോണിക് ആസിഡിൻ്റെ പ്രസൻസ് ആണ്. ഇതെന്ത് ചെയ്യും, കാല് നമ്മൾ ഭൂമിയിൽ വെക്കാതിരിക്കുമ്പോൾ വാട്ടർ അതിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് വാട്ടറുമായിട്ട് അറ്റാച്ച് ചെയ്ത് നിൽക്കും. നമ്മൾ കാല് വെക്കുമ്പോൾ ഒരു ഫോഴ്സ് അപ്ലൈ ചെയ്യാണ്. ഈ ഫോഴ്സിൽ എന്താ ചെയ്യുന്നത്, ശരിക്കും ആ എനർജി ഉപയോഗിച്ചുകൊണ്ട് ഈ പറയുന്ന വാട്ടർ കംപ്ലീറ്റ് സ്ക്യൂസ് ഔട്ട് ചെയ്യാനാണ് ഉപയോഗിക്കുന്നത്. ആൻഡ് ആസ് എ റിസൾട്ട് നിങ്ങൾ ആ ഫോഴ്സ് കംപ്ലീറ്റ് ചെയ്താലും രണ്ട് ബോണുകൾ തമ്മിൽ കൂട്ടിയിടിക്കില്ല. ഞാനൊരു സയൻറ്റിഫിക് ആയിട്ടുള്ള ടേംസ് ഉപയോഗിച്ചുകൊണ്ടല്ല പറയുന്നത്, പക്ഷെ നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കുന്നു, ആ ഒരു പെയിന് നമുക്ക് ഫീൽ ചെയ്യില്ല. അല്ലെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾ നടക്കുമ്പോൾ ഒക്കെ നല്ല പെയിൻ ആയിരിക്കും മുട്ടിന്, രണ്ട് കാൽമുട്ടും കൂട്ടിയിടിക്കുമ്പോൾ. കാരണം അത്രയും വെയിറ്റ് ആണ്, നിങ്ങളുടെ ബോഡി വെയിറ്റ് കംപ്ലീറ്റ് ഈ മുട്ടിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തേക്കുന്നത് അല്ലേ. അപ്പം ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും, വേദന ഉണ്ടാവും. ആ വേദന ഇല്ലാതിരിക്കാൻ കാരണം ഈ ഹൈലൂറോണിക് ആസിഡിൻ്റെ പ്രസൻസ് ആണ്. ഇങ്ങനെയുള്ള ഫങ്ഷൻസ് ആണ് ഇവിടെ സ്ട്രക്ചറൽ ഫങ്ഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. Now the next one is the coenzymatic and anticoagulative function. നമുക്കറിയാം കോഎൻസൈം എന്ന് പറയുന്നത് കോഫാക്ടർ ആണ്. എൻസൈമിൻ്റെ ആക്ടിവിറ്റിയിൽ ആക്റ്റീവ് എൻസൈമിനെ, ഒരു നോർമൽ അപ്പോ എൻസൈമിനെ ഫുൾ ഫങ്ഷണൽ ആയിട്ടുള്ള ഹോളോ എൻസൈമായിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു കമ്പോണൻ്റ് ആണ് കോഫാക്ടർ. നോൺ പ്രോട്ടീൻ കമ്പോണൻ്റ് ആണ്. ഓക്കെ, ഈ നോൺ പ്രോട്ടീൻ കമ്പോണൻറ്റിൽ കോഎൻസൈം എന്ന് പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന കാർബോഹൈഡ്രേറ്റ്സ് ഉണ്ട്. സോ ഫങ്ഷണലി ഒരു എൻസൈമിനെ ആക്ടിവേറ്റ് ചെയ്യുന്നതിൽ കാർബോഹൈഡ്രേറ്റിന് റോൾ ഉണ്ട്. ഓക്കെ, ഇനി ആൻറ്റി കൊയാഗുലേറ്റീവ് ഫംഗ്ഷൻ എടുക്കുകയാണെങ്കിൽ നമുക്കറിയാം ഹെപ്പാരിൻ അല്ലേ, നമ്മൾ ലീച്ചിൻ്റെ ഒക്കെ കേസിൽ പഠിച്ചതാണ്. ആൻറ്റി കൊയാഗുലൻ്റ്, ബ്ലഡ് ക്ലോട്ടിങ്ങിനെ പ്രിവെൻറ്റ് ചെയ്യുന്ന മോളിക്യൂളാണ്. അപ്പം ഇത് എന്ന് പറയുന്നത് കാർബോഹൈഡ്രേറ്റ് ആണ്. സോ ഹെപ്പാരിൻ അല്ലെങ്കിൽ ഹെപ്പാരൻ സൾഫേറ്റ് വിൽ ബി സെർവിങ് ആസ് കോഫാക്ടേഴ്സ് ആസ് വെൽ ആസ് ഹെപ്പാരിൻ വിൽ ബി സെർവിങ് ആസ് ദി ആൻറ്റി കൊയാഗുലൻ്റ്. ഓക്കെ, എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രിവെൻസ് ബ്ലഡ് ക്ലോട്ടിങ്. ക്ലിയർ ആണല്ലോ. ഇനി ഇതിന് ആൻറ്റി ലിപ്പമിക് ഫംഗ്ഷൻ ഉണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ലിപ്പിഡിൻ്റെ മൊബിലൈസേഷൻ ഇൻക്രീസ് ചെയ്യിക്കും. എന്ന് വെച്ച് കഴിഞ്ഞാൽ ബ്ലഡിൽ ലിപ്പിഡിൻ്റെ അളവ് കുറക്കുന്നതിൽ സഹായിക്കുന്ന കമ്പോണൻ്റ് ആയിട്ടും കാർബോഹൈഡ്രേറ്റ് ആക്ട് ചെയ്യും. ആൻറ്റി ലിപ്പമിക് ഫംഗ്ഷൻ. സോ ഇറ്റ് വിൽ ബി ഡിക്രീസിങ് ദി ലെവൽ ഓഫ് ബ്ലഡ് ലിപ്പിഡ്സ് ബൈ സ്റ്റിമുലേറ്റിംഗ് ദിയർ ഓക്സിഡേഷൻ. ഇനി അയോട്ടയിലും ആർട്ടറീസിലും എടുക്കുകയാണെങ്കിൽ ഡെർമറ്റാൻ സൾഫേറ്റ് എന്ന് പറയുന്നത് ഇറ്റ് വിൽ ബി ഓൾസോ ആക്ടിങ് ആസ് ദി ആൻറ്റി കൊയാഗുലൻ്റ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ബ്ലഡ് വെസൽസിൻ്റെ ഉള്ളിൽ ബ്ലഡ് ക്ലോട്ട് ഫോം ചെയ്യുന്നത് പ്രിവെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒരു മോളിക്യൂളായിട്ട് ഈ പറയുന്ന ഡെർമറ്റാൻ സൾഫേറ്റ് ആക്ട് ചെയ്യുന്നുണ്ട്. വിത്ത് എക്സാമ്പിൾസ് നിങ്ങൾ ഓരോ ഫംഗ്ഷനും മെൻഷൻ ചെയ്യുക. അപ്പം ഹെപ്പാരിൻ, ഹെപ്പാരൻ സൾഫേറ്റ്, ഡെർമറ്റാൻ സൾഫേറ്റ്. ഓക്കെ, ഹെപ്പാരിനും ഹെപ്പാരൻ സൾഫേറ്റും കോഎൻസൈമായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. ഹെപ്പാരിൻ ആൻഡ് ഡെർമറ്റാൻ സൾഫേറ്റ് ആൻറ്റി കൊയാഗുലൻ്റ് ആയിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. പിന്നെ ആൻറ്റി ലിപ്പമിക് പ്രോപ്പർട്ടിയും കാർബോഹൈഡ്രേറ്റ്സിനുണ്ട് എന്നുള്ളത് മെൻഷൻ ചെയ്യാം. Now the last function is the hydroosmotic and ion regulatory function. Okay, hydroosmotic and ion regulatory function. നമുക്കറിയാം ഒരു ഓസ്മോട്ടിക് പ്രഷർ അല്ലെങ്കിൽ ഓസ്മോട്ടിക് കമ്പോണൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അയോൺസ് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാനുള്ള ഒരു റീസൺ ആയിട്ട് ആക്ട് ചെയ്യുന്നതാണ്. ഇതിലൊരു കോൺട്രിബ്യൂഷൻ ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ് നടത്തുന്നുണ്ട്. ഓക്കെ, സോ അസിഡിക് പോളിസാക്കറൈഡ്സ് ആർ ഹൈലി ഹൈഡ്രോഫിലിക് ആൻഡ് നെഗറ്റീവ്ലി ചാർജ്ഡ്. By virtue of these properties, they retain large amounts of water and cations. ഓക്കെ, ഇത് എങ്ങനെയാണ് പറയുന്നത്? നമുക്കറിയാം ഒരു മെമ്പറിന് അപ്പുറം ഇപ്പുറമായിട്ട് അയോൺസിൻ്റെ കോൺസെൻട്രേഷൻ എപ്പോഴും ഈക്വൽസ് ആയിരിക്കണം. അപ്പം ഈ ഒരു സൈഡിൽ ഈ പറയുന്ന നെഗറ്റീവ് അയോൺസ് കൂടുതലായിട്ട് വന്നു കഴിഞ്ഞാൽ ഒന്നുകിൽ ഈ നെഗറ്റീവ് അയോൺസിനെ പുറത്ത് കളയുക എന്നുള്ളതായിരിക്കും. ഓക്കെ, അല്ലെങ്കിൽ പോസിറ്റീവ് അയോൺസിനെ ഇങ്ങോട്ട് എടുക്കുക എന്നുള്ളതായിരിക്കും റോള്. അപ്പം ഇവിടെ ഈ ഒരു റീജിയനിൽ പോസിറ്റീവ് അയോൺസ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള പോസിറ്റീവ് അയോൺസിനെ ഇവിടെ റീറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്നത് ഈ പ്രസൻസ് ഓഫ് അസിഡിക് ഹ്യൂമോപോളിസാക്കറൈഡ് ആണ്. ആൻഡ് ഓൾസോ ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് ദിസ് അയോൺസ് ഇറ്റ് വിൽ ബി റീറ്റെയിനിങ് വാട്ടർ. അപ്പം ആ ഒരു എൻവയോൺമെൻറ്റിൽ വാട്ടർ റീറ്റെയിൻ ചെയ്യാനും അതുപോലെ കാറ്റയോൺസ് റീറ്റെയിൻ ചെയ്യാനും സഹായിക്കുന്നത് ഈ നെഗറ്റീവ്ലി ചാർജ്ഡ് ആയിട്ടുള്ള ഹൈലി ഹൈഡ്രോഫിലിക് ആയിട്ടുള്ള അസിഡിക് പോളിസാക്കറൈഡ്സ് ആണ്. അപ്പം അങ്ങനെ ഒരു സെല്ലിൻ്റെയോ അല്ലെങ്കിൽ ഒരു സിസ്റ്റത്തിൻ്റെയോ
അയൺ റെഗുലേഷൻ അല്ലെങ്കിൽ ഹൈഡ്രോസ്മോട്ടിക് ബാലൻസിങ് നടത്തുന്നത് ഈ പറയുന്ന കാർബോഹൈഡ്രേറ്റ്സിന്റെ കമ്പോണൻസ് ആണ്. അപ്പൊ ഇത്രയും റോളാണ്, ബയോളജിക്കൽ റോളാണ് കാർബോഹൈഡ്രേറ്റ്സിനുള്ളത്. നിർബന്ധമായിട്ടും ഇത് ആ സ്റ്റെപ്പ് വൈസ് തന്നെ വിത്ത് സബ് ടൈറ്റിൽ പഠിച്ചു വെക്കുക, എന്നാലേ കാര്യമുള്ളൂ. ഓക്കെ, നമ്മൾ വെറുതെ പോയിന്റ് ആയിട്ട് എഴുതിയിട്ട് കാര്യമില്ല. വിത്ത് സബ് ടൈറ്റിൽ തന്നെ എഴുതുമ്പോഴാണ് ഫുൾ മാർക്ക് വരുന്ന വിധത്തിലേക്ക് നിങ്ങൾക്കത് ബെനിഫിറ്റഡ് ആവുക. Okay, so that's it, and we will be discussing diabetes in the next chapter.